അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെ? ഫസ്റ്റ് നമ്മൾ പ്രോബിലിറ്റി എന്താണെന്നും ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോഴും കോയിൻ ടോസ് ചെയ്യുമ്പോഴും പിന്നെ ഒരു ബോക്സിൽ നിന്ന് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന പ്രോബിലിറ്റിയും പിന്നെ നമ്മൾ പഠിച്ച ജോമെട്രിക്കൽ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ജോമെട്രിക്കൽ പ്രോബിലിറ്റി വരുന്നത് അല്ലെ? ഫിഗറിൽ നിന്ന് എങ്ങനെയൊക്കെ ആ ഡോട്ട് എങ്ങനെ കണ്ടെത്തുന്ന രീതിയിലും അല്ലെ? കണ്ണ് അല്ലെ നോക്കാതെ ഒരു ഡോട്ട് ഇട്ടാൽ അതിന്റെ പ്രോബിലിറ്റി എന്നൊക്കെ ആയിരുന്നു നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിരുന്നത് അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയേഴ്സ് ആണ്. അപ്പൊ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക പെയേഴ്സ്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വരികയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ട്? യൂണിഫോം ഉണ്ട് അല്ലെ? കളർ യൂണിഫോമുകൾ അല്ലെ? നമ്മൾ യൂണിഫോം വരാറുണ്ട് അല്ലെ? ഒരു നീലയും ബ്ലാക്കോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു ടീഷർട്ട് ഇടാൻ പോവാണ്. ടീഷർട്ടും പാന്റും. ആ കുട്ടീന്റെ കയ്യിൽ എന്തേ ഉള്ളൂ? ഒരു റെഡ് ടീഷർട്ടും അല്ലെങ്കിൽ ഷർട്ടും പിന്നെ ഗ്രീനും ബ്ലൂ ആണ് ഉള്ളത്. പക്ഷെ പാന്റ് എന്തേ ഉള്ളൂ? ബ്ലൂ പാന്റ് മാത്രമേ കയ്യിലുള്ളൂ. ആ കുട്ടീനെ എങ്ങനെയൊക്കെ നമുക്ക് ഒരുത്തി നിൽക്കാം അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ പുറത്തിലേക്ക് പോകാൻ പറ്റും? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം കുട്ടീനെ റെഡ് ടീഷർട്ടും അതേപോലെ ബ്ലൂ പാന്റ് ഇട്ടു. ഇങ്ങനെ പറ്റുമോ? ഇനി വേറെ ആക്കിക്കൂടെ അല്ലെ? ബ്ലൂ പാന്റും ഗ്രീനും ആക്കിക്കൂടെ? ഇവിടെ ഷർട്ട് ആരൊക്കെയാണ് ഉള്ളത്? റെഡ്, ഗ്രീന്, ബ്ലൂ ആണ്. അപ്പൊ ആദ്യം ഞാൻ ചെയ്തു റെഡ് ടീഷർട്ടും ബ്ലൂ ആരിട്ടു? പാന്റ് ഇട്ടു. ഇനി അതേപോലെ തന്നെ ഷർട്ടിനെ മാറ്റി ആരാക്കി? അല്ലെ? ബ്ലൂ ആക്കി മാറ്റി. ഇനി അപ്പോ രണ്ടും ബ്ലൂ ആക്കി. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊന്നുകൂടിയും പറയാണ്. കുട്ടീന്റെ കയ്യിൽ എന്തും കൂടി ഉണ്ട് അല്ലെ? പാന്റ് ഗ്രീനും കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റത്തെ രീതിയിൽ ബ്ലൂ കറക്റ്റ് ആയി പോയില്ലേ? ബ്ലൂ പാന്റ് ഇട്ട് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കാരണം പാന്റ് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? റെഡ് ടീഷർട്ട്, ഗ്രീൻ ടീഷർട്ട് എന്ത് ചെയ്തു അല്ലെ? ബ്ലൂ ഷർട്ട്. ഇനി നേരെ പാന്റ് ഒന്ന് മാറ്റിയാ പോരെ? ഇതേപോലെ പാന്റ് ഗ്രീൻ ആക്കുക, ഷർട്ട് എന്താക്കുക? റെഡ് ആക്കുക. പാന്റ് ഗ്രീൻ ആക്കുക, ഷർട്ട് എന്താക്കുക? ഗ്രീൻ. ഇനി പാന്റ് ഗ്രീൻ ആക്കുക, ഷർട്ട് ബ്ലൂ ആക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ പെയേഴ്സ് എന്നാ പറയുന്നത് അല്ലെ? പെയർ, പാന്റും ഷർട്ടും അല്ലെ? പെയേഴ്സ് ആക്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പെയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കോയിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പെയേഴ്സ് ആക്കി എടുക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്നാമത്തെ കേസിൽ ആരൊക്കെ അല്ലെ? റെഡ് അതേപോലെ ബ്ലൂ ആക്കി പെയർ ആക്കിയത്. പെയർ ആക്കി ആക്കുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒരു കോമ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ആരൊക്കെയാണ്? ഗ്രീനും ബ്ലൂ ആണ്. ഇവിടെ ആരൊക്കെയാണ് അല്ലെ? ബ്ലൂ ആണ് ആര് വന്നത്? പെയർ ആക്കി വന്നത്. അങ്ങനെ ഇത് പറഞ്ഞാൽ റെഡും ഗ്രീനും. ഇവിടെ അങ്ങനെ വരും ഗ്രീനും ഗ്രീനും. ഇവിടെ ആര് വരും? ബ്ലൂ ഗ്രീൻ. ഇത് ഇതിലേക്ക് നമുക്ക് പെയർ ആക്കി മാറ്റിയതാണ്. ഇതേപോലെ നമുക്ക് കോയിന് മാറ്റിയതാ. അപ്പൊ ഇവിടെ ഒരു കോയിൻ ആവൂല, 2-3 കോയിൻസ് ആവും ക്യാരി വരിക. അതേപോലെ ഇവിടെ ഡൈസും എന്ത് ചെയ്യാം? ഒരു ഡൈസ് ആവൂല, കണ്ടമാ 2 ഡൈസോ 3 ഡൈസോ ഒക്കെ എന്ത് ചെയ്യാം? ത്രോ ചെയ്യാൻ പറ്റും. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. പേജ് നമ്പർ 75 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണേ, രജനി ഹാസ് 3 necklace and 3 pairs of earring of a green, blue and red stone. In what all different way can wear them? What is the probability of her wearing on necklace and earring of the same color of different color? അപ്പൊ എന്താണ്? രജനിക്ക് എന്തുണ്ട് അല്ലെ? മാലയുണ്ട്, അതേപോലെ കമ്മലും ഉണ്ട്. ഞങ്ങളുടെ കല്ലുമാല എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പൊ മീനിങ് ഒരു മാലയുണ്ട്, ഒരു കമ്മലും ഉണ്ട്. ഇവരെ കളറുകൾ എന്താണ്? ഗ്രീൻ, ബ്ലൂ, റെഡ് ആണ്. ഇത് എങ്ങനെയാണ് അവള് അണിഞ്ഞൊരുങ്ങി അഥവാ ഇട്ടിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നിക്കണ ഗ്രീൻ അതേപോലെ അല്ലെ? ഗ്രീന്, ബ്ലൂ, റെഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിനെ കോമ്പിനേഷൻ ആക്കി എഴുതാം അല്ലെ? അത് ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് അല്ലെ ഫസ്റ്റ് ഗ്രീൻ ആക്കി ഇടാം. പിന്നെ വേണമെങ്കിൽ ഗ്രീന് ബ്ലൂ ആക്കി ഇടാം. പിന്നെ ഗ്രീന് എന്താക്കാം? റെഡ് ആക്കി ഇടാം. പിന്നെ ഫസ്റ്റ് ബ്ലൂ ആക്കി പിന്നെ എന്തൊക്കെ ഇടാം? നമുക്ക് ഗ്രീൻ ആക്കി ഇടാം. പിന്നെ ബ്ലൂ എന്താക്കി ഇടാം? അല്ലെ? ബ്ലൂ ആക്കി ഇടാം. പിന്നെ ബ്ലൂ എന്താക്കി ഇടാം? റെഡ് ആക്കി. ഇനി റെഡ് എന്താക്കാം? ഗ്രീൻ ആക്കാം. പിന്നെ റെഡ് ബ്ലൂ ആക്കി ഇടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റെഡും റെഡ് ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അല്ലെ? ഗ്രീൻ ഗ്രീന്, ഗ്രീൻ ബ്ലൂ,
ഗ്രീൻ റെഡ്, ബ്ലൂ ഗ്രീൻ, ബ്ലൂ ബ്ലൂ, ബ്ലൂ റെഡ്, പിന്നെ എന്ത് വരുന്നത് അല്ലെ റെഡ് ഗ്രീൻ, റെഡ് ബ്ലൂ, റെഡ് റെഡ് എന്ന രീതിയിൽ കിട്ടും. നമ്മൾ കാണുമ്പോൾ എത്ര ഡിഫറെന്റ് വേസിലുണ്ട് നമുക്ക് 1 2 3 4 5 6 7 8 9. അപ്പൊ ടോട്ടൽ എത്ര 9 ഡിഫറെന്റ് വേസിൽ എന്ത് ചെയ്യാം അണിഞ്ഞൊരുങ്ങി അല്ലെ വരാൻ പറ്റും അതൊക്കെ രചനയ്ക്ക്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനില് അല്ലെ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് വെയറിംഗ് ദി നെക്ലേസ് ആൻഡ് വെയറിംഗ് ദി സെയിം കളർ. ഒരു സെയിം കളറിൽ എത്ര ഉണ്ട് നോക്കാം. സെയിം കളറിൽ 1 അല്ലെ 2 3 അല്ലെ 3 ഉള്ളു. അപ്പൊ ടോട്ടൽ എത്ര കിട്ടിയേക്കും 3 ആണ്. അപ്പൊ 3/9 ആണ് അവിടെ നമ്മളെ സെയിം കളറിലെ പ്രോബിലിറ്റി. അപ്പൊ സെയിം കളർ 3/9, 3/9 1/3 ആണ്. അപ്പൊ സെയിം കളറിൽ എന്ന് പറഞ്ഞപ്പോ ഇവിടെ എത്ര 3 ഉള്ളു, 1 2 3 ആയി. ഇനി ഡിഫറെന്റ് കളേഴ്സ് എത്ര ഉണ്ട് 1 2 3 4 5 6 അല്ലെ. ബാക്കി 9 - 3 ചെയ്താലും മതി. ആര് കിട്ടും നമുക്ക് 6 കിട്ടും അല്ലെ. 6/9. 6 എങ്ങനെ 2 × 3/3 × 3 ക്യാൻസൽ ആയി 2/3. ഇനി ഇത് എണ്ണി നോക്കാതെ തന്നെ നമുക്ക് ടോട്ടൽ എത്രയാണ് നമുക്ക് ഉള്ളത് 9 ആണ്. ടോട്ടൽ സെയിം കളറിൽ 3 ആണ്. അപ്പൊ 9 - 3 എന്ന് പറഞ്ഞാൽ 6 അങ്ങനെ എഴുതാം. ഇങ്ങനെ എന്ത് ചെയ്യണ്ട കൗണ്ട് ചെയ്യണ്ട. 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്യണ്ട. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ ഡിഫറൻസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അത് 9 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് എ ബോക്സ് കണ്ടെയ്നിങ് 4 സ്ലിപ്പ് numbered by 1 2 3 4 and another box containing 2 slip numbered 1 2. If one slip is taken from each, what is the probability of the sum of the number being odd? What is the probability of the sum of being even? ഇപ്പൊ കയ്യിൽ എന്തുണ്ട് സ്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ബോക്സിൽ എന്തുണ്ട് 1 2 3 4. രണ്ടാമത്തെ ബോക്സിൽ എന്തുണ്ട് 1 ഉം 2 ഉം. ഇത് എന്തെടുക്കാൻ പറ്റും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ ഒരു ബോക്സിൽ നിന്ന്. അപ്പൊ ഒന്ന് ഞാൻ എടുത്തു, ഈ ഒന്നെടുത്തു. രണ്ടാമത്തെ ബോക്സ് ഞാൻ ഒന്നെടുത്തു, 1 + 1 2 ആയി. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഞാൻ ഒന്നെടുത്തു, രണ്ടാമത്തെ ബോക്സിൽ എന്താ എടുത്തിക്കണത് 2 ആണ് സെലക്ട് ചെയ്തത്, അപ്പൊ 3 ആണ്. ഇനി രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഞാൻ എന്തെടുത്തു ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു. രണ്ടാമത്തെ ബോക്സിൽ 1 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ 4. അപ്പൊ അതിന്റെ കിട്ടിയിട്ടുണ്ടാവും. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തു, അപ്പൊ 1 + 1 ആണ് 2. ഇവിടെ സം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ സം ആക്കിയത്. ഇനി രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ആകെ 1 ഉം 2 ഉള്ളു, അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ ബോക്സ് വരുന്നത്, മറ്റേത് ഒന്നാമത്തെ ബോക്സിൽ 3 എടുത്തു, അപ്പൊ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്താൽ 3 + 1 എന്നാണ് 4. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 3 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ 5. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 4 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്താൽ 4 + 1 5. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 4 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ 6. ഇതിലെന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി ബീൻ ഓഡ്. ഓഡ് വരുന്നത് ആരൊക്കെയാണ് 1 2 3 4 അല്ലെ, ടോട്ടൽ 4 പേര്. ഇനി ഓഡ് വരുന്നത്, അപ്പൊ ടോട്ടൽ ഓഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 4 ആണ്. ഇനി ഈവനോ 1 2 3 4 അതും 4 ആണ്. അപ്പൊ നേരെ എഴുതാം. അപ്പൊ നമ്മൾ പ്രോബിലിറ്റി മറ്റേത് എഴുതിയതാണ് 1 + ഇത് നമ്മൾ ഒരിക്കൽ എഴുതിയതാണ്. അപ്പൊ ഇങ്ങനെ അപ്പൊ പ്രോബിലിറ്റി ഓഫ് സം ഓഫ് ബീൻ ഓഡ് 4/. ടോട്ടൽ എത്ര ഉണ്ട് 1 2 3 4 5 6 7 8, ടോട്ടൽ 8. അപ്പൊ 4/8 എന്ന് പറഞ്ഞാൽ 1/2 കിട്ടിയല്ലോ. ഇനി അതേപോലെ ഈവൻ ആകുമ്പോഴും അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 4/8 ഉം ദാറ്റ് ഈസ് 1/2. ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് എ ബോക്സ് കണ്ടെയ്ൻ സ്ലിപ്പ് ഇൻ 1 2 3 4 അനദർ 3 സ്ലിപ്പ് ആണ്. അവിടെ 1 മാറി 2 സ്ലിപ്പ് മാറി എന്തായി 2 സ്ലിപ്പ് മാറി 3 സ്ലിപ്പായി മാറി. ഇതേ കണ്ടീഷൻ സം ഓഫ് ബീൻ ഓഡ് ഈവൻ. അപ്പൊ നേരത്തെ നമ്മൾ ഇതേ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഇവിടെ എന്താ ഉള്ളൂ പറഞ്ഞ ക്വസ്റ്റ്യന് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് നേരത്തെ എന്തായിരുന്നു അഡീഷൻ ആയിരുന്നു, ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഒന്നാമത്തെ ബോക്സിൽ ആരൊക്കെ ഉണ്ട് 1 2 3 4 ഉം, രണ്ടാമത്തെ ബോക്സിൽ 1 2 3 ആണ്. അപ്പൊ 1 × 1 എടുത്തു, അത് 1 തന്നെ. ഒന്നാമത്തെ ബോക്സിൽ 1 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ 2 എടുത്തു, 1 × 2 2. ഒന്നാം ബോക്സിൽ നിന്ന് 1 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ 3 3 1 × 3 ആണ് 3. ഇനി അതേപോലെ നമുക്ക് ഇത് പറഞ്ഞൂടെ 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്,
2 into 2 എന്ന് പറഞ്ഞാൽ 4, 2 into 3 എന്ന് പറഞ്ഞാൽ 6. അടുത്ത ബോക്സിൽ എന്ത് പറയാം? 3 into 1 3, 3 into 2 6, 3 into 3 9. അടുത്ത ബോക്സിൽ നിന്ന് 4 സെലക്ട് ചെയ്താൽ 4 into 1 4, 4 into 2 8, 4 into 3 12. ഇനി എത്ര ഈവൺ ഉണ്ട്, എത്ര ഓഡ് ഉണ്ട് നോക്കാം. ഓഡ് എത്ര? 1 2 അല്ലെ, ഇത് ഓടാണ്. 1 2 3 3 3, പിന്നെ എത്ര വരുന്നുണ്ട് അല്ലെ? 4. അപ്പൊ എത്രയുണ്ട്? 4 ആണ്. 9 കൂടി വരുമ്പോ 4. അടുത്ത് എത്ര ഈവൺ ഉണ്ട്? 1 2 3 4 5 6 7 8. 8 ഓഡ് അല്ലെ, ഈവൻ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താ? പ്രോബിലിറ്റി ഓഫ് മീൻ ഓഡ് എന്നാണ് 4/12 എന്ന് പറഞ്ഞാൽ 1/3. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മീൻ എന്ന് പറഞ്ഞാൽ എത്ര? 8/12. അപ്പൊ ഇവിടെ ഓഡ് എത്ര ഉണ്ട്? 4 ആണ്. ഈവൻ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് അല്ലെ? 8 ആണ്. കാരണം ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12, ടോട്ടൽ 12. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, യാതൊരു മാറ്റമൊന്നുമില്ല. ഇവിടെ പ്രൊഡക്റ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ആൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് നൈദർ ഡിജിറ്റ് 1, 2 or 3 one number is chosen. ഇതിൽ ഒരു നമ്പർ ചൂസ് ചെയ്യണം. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് digit being same? What is the probability of the sum of the digit being 4? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ സെയിം ആകുന്ന ഡിജിറ്റ്. അപ്പൊ നമുക്ക് ഇത് സെയിം 1 2 3 ആണ് കയ്യിൽ. 1 2 3. അപ്പൊ 2 ഡിജിറ്റ്സ് എഴുതാൻ ബുദ്ധിമുട്ടില്ല. ആദ്യം 11 എഴുതി അല്ലെ, പിന്നെ 12 എഴുതി, പിന്നെ 13 എഴുതി. ഇനി എന്ത് എഴുതി നമുക്ക് അല്ലെ? തിരിച്ച് എഴുതി കൂടെ? 21 എഴുതി കൂടെ, 22 എഴുതി കൂടെ, 23. ഇനി 31 എഴുതി കൂടെ, 32 എഴുതി കൂടെ, 33. അപ്പൊ സെയിം വരുന്ന ആരൊക്കെയാണ്? 11ഉം 22ഉം 33ഉം. അപ്പൊ എത്ര ഉണ്ട്? 3 ആണ്. എത്ര ടോട്ടൽ ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ 3/9, that is 1/3. ഇനി അടുത്തെന്താണ്? ദ പ്രോബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി ബീൻ 4. ഇതിന്റെ സം ഏതാ? 2 ആണ്. ഇതിന്റെ സം 3 ആണ്. ഇതിന്റെ 4. അപ്പൊ ഒന്നാമത്തെ സെലക്ട് ചെയ്യാം. ഇതിന്റെ സം 3 ആണ്. ഇതിന്റെ സം 4 ആണ്. അപ്പൊ 2 ആയി. ഇതിന്റെ സം 5, ഇതിന്റെ സം 4 സെലക്ട് ചെയ്യാം. ഇതിന്റെ സം 5, ഇതിന്റെ സം 6. അപ്പൊ എത്ര? ദ പ്രോബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ്. അപ്പൊ എത്രയാണ്? 1 2 3. അതും എത്രയാണ്? 3/9 തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം അല്ലെ? നമ്പേഴ്സ് 11 12 13 21 27. അപ്പൊ സെയിം എന്ന് പറഞ്ഞപ്പോ എത്രയായി? 3/9 equal to 1/3. ഇനി അടുത്തെന്താണ് ക്വസ്റ്റ്യന്? ദ സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലെ? ഏതൊക്കെയാണ് വരുന്നത്? 4 വരുന്ന ഡിജിറ്റ്സ് ആരൊക്കെയാണ്? 13ഉം 22ഉം 31. എത്ര ഉണ്ട്? അതും 3 ആണ്. 3/9 എന്ന് പറഞ്ഞാൽ 1/3 അല്ലെ? ഇവിടെ നമ്മൾ കണ്ടെത്തിയതാണ്. കാര്യങ്ങള് ഒന്ന് പിന്നെ എഴുതി ഉണ്ടാക്കിയെന്നുള്ളൂ കാര്യങ്ങൾ. ശരിയായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ, എ ഗെയിം ഫോർ 2 players. ഫസ്റ്റ് ഈച്ച് ഹാസ് ടു ഡിസൈഡ് വെദർ he want odd number or even number. Then both raise some fingers on hand. If the sum is odd, then when who choose the odd is begin win. If it is even, then one who choose even win. In this game, which better choice at the beginning, odd or even? ഒരു ഗെയിം കളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓരോവും അല്ലെ ഈവനും ഓടും ആക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. രണ്ടുപേര് കൈ എന്ത് ചെയ്യും? ഫിംഗേഴ്സ് അല്ലെ, ബോത്ത് ആർ റൈസ് ആൻഡ് സം ഫിംഗേഴ്സ് ഇൻ ഓൺ ഹാൻഡ്. അപ്പൊ രണ്ടുപേരും പിന്നെ എന്ത് ചെയ്താണ്? ദി സം ഈസ് ഓഡ്. അവരെ സം ഓഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്തു? വിന്നാണ്. അതേപോലെ ഈവൻ ആണെങ്കിലും അതെന്താണ്? ചൂസ് മറ്റേതും വിന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഈവനാണോ ഓഡിനാണോ വിന്നാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമ്മളെ കൈവിരലുകൾ ഉണ്ട്. അപ്പൊ നമ്മളെ ഹാൻഡിൽ എത്ര കൈവിരലുണ്ട് അല്ലെ? സ്വാഭാവികമായി 5 വിരൽസ് ആണ്. ചിലവർക്ക് 6 ഉണ്ടാകാറുണ്ട്. ഇവിടെ 5 ആണ് നമ്മൾ മെജോറിറ്റി നോക്കുന്നത്. അപ്പൊ 5 ആണ് നമ്മൾ വരുന്നത്. അതേപോലെ വേറൊരു കയ്യിലും എന്തുണ്ട് അല്ലെ? 2 ഫ്രണ്ട്സ് കഴിക്കുമ്പോ വേറൊരു കയ്യിലും 5. ഇതിന്റെ കോമ്പിനേഷൻ ആക്കി എഴുതുക. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ 1,1 ആക്കി നമുക്ക് എഴുതാം. ഇങ്ങനെ 1,1 1,2 അല്ലെ? അങ്ങനെ എഴുതി 1,5 വരെ എഴുതി. ഇതേപോലെ 2,1 എഴുതി. അതേപോലെ 2,5 ആക്കി. ലാസ്റ്റ് എന്ത് ചെയ്യുക? 5,5 വരെ എഴുതും. എന്നിട്ട് ഇതിന്റെ സം, പെയേഴ്സിന്റെ സം എന്ന് പറയുന്നത്, പെയേഴ്സിന്റെ 1,1ന്റെ സം എന്ന് പറഞ്ഞാൽ 2 ആണ്.
അല്ലെ? അതേപോലെ 1,2ന്റെ സം 3. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് ആരാണെന്നാണ്, ഈവൻ ആണോ ഓഡ് ആണോ വിൻ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രോബിലിറ്റി ആരാ നോക്കുക, അവരായിരിക്കും വിൻ ചെയ്യും അല്ലെ, അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെ എന്ത് ചെയ്തു, 1,1 മുതൽ എന്ത് ചെയ്തു അല്ലെ 5,5 വരെ എഴുതി. ഇനി ഇതിന്റെ പെയേഴ്സുകളും സം ഓഫ് ദി പെയേഴ്സ് 1,1ന്റെ പെയർ 2 ആണ്, ഇതിന് ഓരോന്നിന്റെയും പെയർ എഴുതി. ഇതിൽ എത്ര ഈവൺ ഉണ്ട് നോക്കി. ഈവൺ എന്ന് പറയുമ്പോ എത്ര ഉണ്ട് അല്ലെ, 13 ആണ് അല്ലെ. 1 2 3 4 5 6 7 8 9 10 11 12 13. അങ്ങനെയാണെങ്കിൽ ഓടിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓട് എത്ര ഉണ്ടാവും, 12 ഉണ്ടാവുകയുള്ളൂ അല്ലെ. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ. അപ്പൊ ആകെ 12 ആണ്. ഇതിന്റെ പ്രോബിലിറ്റി കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് സം ഈസ് ഈവൻ എന്ന് പറയുമ്പോ എത്ര ടോട്ടൽ ഈവൻ, 13/25. ഇനി ഓഡ് എന്ന് പറയുന്നത് എത്ര, 12/25. ഇതിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ നമുക്ക് അറിയാം 13 ആണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് അല്ലെ. ഡിനോമിനേറ്റർ സെയിമും ന്യൂമറേറ്റർ ഹയസ്റ്റ് വാല്യൂ ആണ്, ഗ്രേറ്റസ്റ്റ് വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ 13/25 is greater than 12/25. Choosing the even is a better എന്ന് പറയാൻ പറ്റും. ബിഗിനിങ് ദി ബെറ്റർ. അപ്പൊ തുടങ്ങുന്നത് ഏറ്റവും നല്ലത് എന്തിലാണ്, ഈവനിലാണ് തുടങ്ങുന്നത് എന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് പെയേഴ്സ് ആയിരുന്നു. ഇവിടെ ഇനി മോർ പെയേഴ്സുകളാണ്, കുറെ ആൾക്കാർ കയറി വരുന്ന ഒരു പെയേഴ്സുകളെ രീതിയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് നോക്കാം. എന്താണ് ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്, the total number of pairs, the total number of elements from A and number of elements from B. അപ്പോ ഒരു എ എന്നൊരു ബോക്സ് നിന്നും ബി എന്നൊരു ബോക്സ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവരുടെ തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാതാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്, ഒന്നുകിൽ 10A ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. 10B ക്ലാസ്സിൽ ഒരു എത്രയുണ്ട്, 30 കുട്ടികളുണ്ട്. അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ ആകെ ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ 25 into 30, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇനി അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോ the number of available pairs divided by total number of pairs ആണ്, അത്രയും മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, in a class out of 50 students 30 are boys, in other class out of 40 students 25 are boys, if one student each from each class are chosen. എന്താണ്, ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, അതിൽ 30 ബോയ്സ് ആണ്. ഇനി അനദർ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, 40 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 25 ആർ ബോയ്സ് ആണ്. ഇഫ് വൺ സ്റ്റുഡന്റ് ഈച്ച് ഫ്രം ക്ലാസ് ആർ ചൂസൺ, ഒരു കുട്ടിയാണ് ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, എത്ര പെയേഴ്സ് ഓഫ് കുട്ടികൾ ഉണ്ടെന്ന്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിച്ച് ആർ ബോയ്സ്, ബോത്ത് ബോയ്സ്, രണ്ട് ക്ലാസ്സിലും ബോയ്സ് മാത്രം സെലക്ട് ചെയ്യാനുള്ള പെയേഴ്സ്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിച്ച് ആർ ബോത്ത് ഗേൾസ്, രണ്ടും ഗേൾസ് ആകാനുള്ള എന്താണ് അല്ലെ നമ്പർ എത്രയാണ്. ദി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിച്ച് വൺ ബോയ് ആൻഡ് അതർ ഗേൾ, ഒരു ബോയും മറ്റേത് എന്തായിരിക്കണം, ഒരു ഗേളും ആയിരിക്കുള്ള പ്രോബിലിറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ കയ്യിൽ എന്താ പറയുന്നത്, ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്തുകൊണ്ട് ടോട്ടൽ 50 സ്റ്റുഡൻസും രണ്ടാമത്തെ ക്ലാസ്സിൽ 40 സ്റ്റുഡൻസും ഉണ്ട്. നമ്മളെ 10M 10L ആയിക്കോട്ടെ, നമ്മളെ ക്ലാസ് തന്നെ ആയിക്കോട്ടെ. ഇനി അപ്പോ എണ്ണം കുറഞ്ഞു പോയി സാരമില്ല. ഇനി എന്ത് ചെയ്യാ, ഈ 50 അതിൽ എത്രയുണ്ട്, 30 ബോയ്സ് ആണ്, ഇതില് ഇത് എത്രയുണ്ട്, 25 ഗേൾസ് ആണ്. ഇതിൽ ഓരോ ബോയ്സിനെയും നമ്മൾ അല്ല 25 ബോയ്സ് തന്നെയാണ് ഉള്ളത്. ഇതിന് ഓരോ ബോയ്സ് ആണ് ഇവിടെ ഇങ്ങനെ നമ്മൾ എന്നെയാണ്, ഒരു ബോയിനെ എടുത്തു, ഇവിടെ ഒരു ബോയിനെ എടുത്തു അല്ലെ, ഇവിടെ ഒരു ബോയിനെ എടുത്തു, പിന്നെ ഒരു ബോയിനെ എടുത്തു, ഇങ്ങനെ എടുത്ത് നമ്മൾ എണ്ണി അല്ലെ കൗണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കൗണ്ടിങ്. അത് മാറിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പെയേഴ്സ് ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തായി മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ടോട്ടൽ ഇവിടെ എത്രയുണ്ട്, 50, ഇവിടെ ടോട്ടൽ 50 ആണ്, ഇവിടെ 40 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താവും, നമ്മളെ 50 into 40 ചെയ്താൽ മതി അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് അല്ലെ, 2000 ആണ് ഇവിടെ ടോട്ടൽ പെയേഴ്സ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് അല്ലെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ബോത്ത് ബോയ്സ്, ഒന്നാമത്തെ 10 അല്ലെ, നമ്മൾ 10L അല്ലെങ്കിൽ M എടുത്തു, ഇവിടെ എത്രയാണ് 30 ബോയ്സ് ആണ്, ഇവിടെ എത്രയാണ്
10 L 25 ബോയ്സ് ആണുള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 into 25 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടോട്ടൽ എന്താണ് ബോയ്സിനെ കിട്ടാൻ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി നമ്മള് അല്ലെ? 13 into 25 എന്ന് പറയുമ്പോൾ എന്തായി? 750 ആയി മാറി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോയ്സ് വന്നിട്ടുള്ളത്. ഇനി സി ക്വസ്റ്റ്യൻ അല്ലെ, വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ്? എത്രയായിരിക്കും ടോട്ടൽ ഗേൾസിന്റെ എണ്ണം? അപ്പൊ നമ്മള് ഗേൾസിന്റെ എണ്ണം നമ്മൾ കണ്ടെത്താൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്തായിരുന്നു അല്ലെ? 30 ബോയും അല്ലെ, അതേപോലെ ഇവിടെ എത്രയായിരുന്നു അല്ലെ? 25 ബോയ്സ് ആയിരുന്നു. ടോട്ടൽ ലെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 50യും ഇവിടെ ടോട്ടൽ 40യാണ്. അപ്പൊ ഇവിടെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ 50 - 30 അല്ലെ? 50 - 30 ആണ് ഗേൾസ്. അവിടെ 20 ഗേൾസ് ആണ്. ഇവിടെ എത്ര ഗേൾസ് ഉണ്ടാവും? 40 - 25. 40 ന്ന് 25 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 ഗേൾസ് ആണ്. അപ്പൊ ഗേൾസ് ഇവിടെ എത്രയായി? 20യും ഇവിടെ എത്രയാണ്? 15 ആണ് ഗേൾസ്. അപ്പൊ ഈ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. 50 ന്ന് 30 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത്രയും ഗേൾസ് കിട്ടും. ഇവിടുന്ന് 40 ന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ അത്രയും ഗേൾസ് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ബോത്ത് ഗേൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ 20 ഗേൾസ്, സെക്കൻഡ് ക്ലാസ്സിൽ 15 ഗേൾസ് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയായി? 300 ആയി മാറി. ഇനി അടുത്തെന്താണ് നമ്മുടെ അല്ലെ? ഒരു ബോയും ഒരു ഗേളും ആക്കി സെലക്ട് ചെയ്യാനാ പറഞ്ഞത് അല്ലെ? ഒരു ബോയ്. അപ്പൊ ഒന്നാമത്തെ നമ്മളെ കണക്കിൽ ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത് അല്ലെ? 30 ആരാണ് അല്ലെ? 30 ബോയ് കിടക്കുന്നുണ്ട്, 20 ഗേൾ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ എന്തുണ്ട്? 25 ബോയ് ഉണ്ട്, 15 ഗേൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബോയിനെയും ഒരു ഗേളിനെയും, അപ്പൊ ബോയ് ഇൻറ്റു ഗേൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 13 into 15 പ്ലസ് അടുത്ത 20 into 25. അപ്പൊ ഒരു ബോയും ഒരു ഗേൾ എന്ന് പറയുമ്പോ അതിന്റെ പേഴ്സ് ആണ് ഫസ്റ്റ് ബോയ് ഇൻറ്റു ഒരു ഗേളിന്. അപ്പൊ എത്ര ബോയിന്റെ ഇവിടെ? 13 ബോയ്സ് ഉണ്ട്. ഇവിടെ എത്ര ഗേൾസിന്റെ പെയർ ചെയ്യണം? 15 പേര്. അപ്പൊ 13 into 15 പ്ലസ് ഇത് 20 ഗേൾസിനെയും 25 ബോയ്സിനെയും പെയർ ചെയ്യണം. ഇപ്പൊ ഈക്വൽ ടു ഇവിടെ എത്ര? 450 പ്ലസ് 500 തമ്മിൽ ആഡ് ചെയ്താൽ 950 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ പെയർസ് ചെയ്തതായിട്ട് വരുന്നത്. എന്താണ്? 13 into 15 പ്ലസ് 20 into 25. അപ്പൊ 30 ഇങ്ങനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പ്ലസ് കൊടുക്കുക, ഇതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. അത്ര രീതിയാണ് നമുക്ക് ഇത് 1 ബോയ് 1 ഗേൾ എന്ന രീതിയിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് there are 8 black beads and white beads in a box. Also there are 6 black beads and 10 white beads in another box. അപ്പൊ ഒരു ബോക്സിൽ എന്തുണ്ട്? നമ്മള് 8 ബ്ലാക്ക് മുത്തുകളുണ്ട്, 5 വൈറ്റ് അല്ലെ ബീഡ്സുകളും ഉണ്ട്. അനദർ ബോക്സിൽ എന്തുണ്ട്? 6 ബ്ലാക്ക് ഉണ്ട്, 10 വൈറ്റും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഇപ്പോ? 8 plus 5 അല്ലെ? 8 plus 5 എന്ന് പറഞ്ഞാൽ 13, 6 plus 10 16. അപ്പൊ നമുക്ക് ടോട്ടൽ പേര് കാണാൻ ബുദ്ധിമുട്ടില്ല. 13 into 16 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ അല്ലെ? if each beads taken from each box, ഓരോ ബോക്സിനും ഓരോന്ന് സെലക്ട് ചെയ്യുന്നുള്ളൂ, മൊത്തത്തിൽ എടുക്കുന്നില്ല. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്? ബുദ്ധിമുട്ടില്ല, 13 into 16 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ വൈറ്റ്? രണ്ടിനും വൈറ്റ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ ബ്ലാക്ക്? രണ്ടിനും വൈറ്റ് ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്? അല്ലെ? ഒരു വൈറ്റും ഒരു ബ്ലാക്കും ആകാനുള്ള പ്രോബിലിറ്റി. ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് നമ്മൾ തൊട്ട് മുമ്പ് ക്വസ്റ്റ്യൻ കണ്ടെത്തിയാണ്, അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ ആൻസർ ആയി അല്ലെ? തൊട്ട് മുമ്പ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടെത്തിയിരുന്നു, അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് 1 ബോയ് 1 ഗേൾ അത് കണ്ടെത്തിയിരുന്നു. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇതുകൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞു എന്നുള്ളൂ. പിന്നെ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്? ഒന്നെങ്കിലും വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്? ഒന്നെങ്കിലും വൈറ്റ് ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റത്തെ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി, രണ്ടാമത്തത് എന്താണ്? ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ടോട്ടൽ പെയേഴ്സ് നമുക്കറിയാം എത്രയാണ് അല്ലെ? ഒന്നാമത്തെ 13 into 16 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ്? 203.
8 ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ പ്രോബിലിറ്റി അല്ലെ, അതിൽ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് 13 ഉം 16 ആണ്, രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി രണ്ടാമത്, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ വൈറ്റ്? ഇപ്പൊ രണ്ടും വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റിയാണ് അല്ലെ നമ്മൾ ചോദിച്ചത്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് നോക്കണം. നമ്മളെ കയ്യിൽ എന്താണ്, ഫസ്റ്റ് ബോക്സിനകത്ത് ഒരു 5 അല്ലെ 8 എന്താണ് അല്ലെ 8 എന്താണ് 8 ബ്ലാക്കും 5 വൈറ്റും. രണ്ടാമത്തേതില് 6 ബ്ലാക്കും 10 വൈറ്റും. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇത് മൊത്തം അല്ലെ 13 into 16 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ടോട്ടൽ ആൾക്കാർ പറയുന്നത്. മുകളിൽ എന്താണ്, ബോത്ത് ആർ വൈറ്റ്. വൈറ്റ് ഇവിടെ എത്ര 5 into ഇവിടെ എത്ര വൈറ്റ് 10. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. എന്താണ് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ വൈറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാ 13 into 16 ആണ്. അതേപോലെ എടുത്തേരി. ഇനി മുകളിൽ ബോത്ത് ആർ വൈറ്റ്, വൈറ്റ് ഇവിടെ എത്ര 5. ബോത്ത് ആർ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും വൈറ്റ് എത്ര 10. ഇത് സിംപ്ലിഫൈ ചെയ്യുക, എത്രയായി അല്ലെ 50 by അല്ലെ അതായി 31 208. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 25 by 104 ആയി കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഇസ് ദി ബോത്ത് ആർ ബ്ലാക്ക്? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേഗം ചെയ്തൂടെ. അപ്പൊ ഇവിടെ എന്താണ് 8 ബ്ലാക്ക് 5 വൈറ്റ്. അടുത്തത് എന്താണ് അല്ലെ 6 ബ്ലാക്ക് 10 വൈറ്റ്. അപ്പൊ ആദ്യം ഇവിടെ 13 ഇവിടെ 16. അപ്പൊ താഴെ എന്ത് എഴുതി 13 into 16 എഴുതി. ബ്ലാക്ക് എത്ര ഇവിടെ 8 into ഇവിടെ ബ്ലാക്ക് എത്ര 6. അപ്പൊ 6 into അല്ലെ 8 എത്ര 6 into 8 4 അല്ലെ 48 divided by 208 അല്ലെ 208 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 30 by 30. ഇനി ഇവിടെ നിർത്തിയാലും യാതൊരു ബുദ്ധിമുട്ടില്ല, ശരിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെയും നിർത്താം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അല്ലെ പ്രോബിലിറ്റി തെറ്റുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്താൽ മതി, നിർത്തിയാൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഡി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞത് പ്രോബിലിറ്റി ഓഫ് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്. ഒരു വൈറ്റും ഒരു ബ്ലാക്കും അല്ലെ എന്നതിന്റെ പ്രോബിലിറ്റിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അല്ലെ എന്തൊക്കെ ഉള്ളതെന്ന് എഴുതി. 8 ബ്ലാക്ക് 5 വൈറ്റ്. ഇവിടെ എന്ത് എഴുതി അല്ലെ 6 ബ്ലാക്ക് 10 വൈറ്റ്. ഇനി നമുക്ക് ബുദ്ധിമുട്ടില്ല, ലാസ്റ്റ് വരി അല്ലെ ഡിനോമിനേറ്റർ യാതൊരു പ്രശ്നവുമല്ല. ഇവിടെ എത്ര ടോട്ടല് 13 എത്ര 16. അപ്പൊ 13 into 16 ആണ് അടിഭാഗം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ടോട്ടൽ പല രീതിയിലും ചെയ്യാറുണ്ട്. ഞാൻ എഴുതുന്ന ടെക്നിക്ക് ഇങ്ങനെയാണ്, സിമ്പിൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് 13 into 16 ആദ്യം എഴുതി. ഇത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റിന്റെ പ്രോബിലിറ്റി ആണ്. മൈനസ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്തു, നമുക്ക് 1 വൈറ്റും 1 ബ്ലാക്കും ആണ്. അപ്പൊ 8 into എന്ത് ചെയ്തു അല്ലെ ബ്ലാക്കുകൾ തമ്മിൽ 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ബ്ലാക്കുകൾ ഒരു വൈറ്റ് എങ്കിലാണ്. അപ്പൊ ബ്ലാക്ക് into ബ്ലാക്ക് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്തു 8 into 6 പ്ലസ് 5 into 10. ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്താണ് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റിന് ഞാൻ എന്ത് ചെയ്യാണ് അല്ലെ ബ്ലാക്കുകൾ മാത്രം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ വൈറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തു, എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് അപ്പൊ എന്താ ഇവിടെ ചെയ്തത് 1 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഞാൻ മൊത്തം പേഴ്സ് ഓഫ് ഇക്വേഷൻ പേഴ്സ് എഴുതി 13 into 16 എഴുതി, അതേപോലെ ഇവിടെ എടുത്ത് എഴുതി മൈനസ്. ഇനി ഇവിടെ 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ബ്ലാക്കുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, വൈറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത് തമ്മിൽ ആഡ് ചെയ്യുക ചെയ്യുന്ന രീതിയാണ്. ഇത് നമുക്കറിയാം എത്രയാണ് 208 ആണ്. മൈനസ് ഇത് എത്രയാണ് 48 പ്ലസ് 50 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 208 ഈക്വൽ ടു അല്ലെ 208 മൈനസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 98 ഡിവൈഡഡ് ബൈ 208. ഇനി എന്ത് ചെയ്താ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 110 ഡിവൈഡഡ് ബൈ 208. ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 55 ഡിവൈഡഡ് ബൈ 104. ഒന്നുകൂടിയും പറയാണ്
1 black and 1 white എന്ന് പറയുമ്പോൾ all divided by 13 into 16 ആക്കി, ഇവിടെ 13 into 16 ആക്കി. മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി 8 into 6 അഥവാ ബ്ലാക്കുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കൊടുത്തു വൈറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അറ്റ്ലീസ്റ്റിന്റെ കേസ് ആണ്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ട് മാറിപ്പോകരുത്, ഈ രണ്ട് കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ബോക്സ് വരച്ചു. ഏതൊക്കെയാണ് ബോക്സിനകത്ത് അല്ലെ, 8 ബ്ലാക്ക്, അതേപോലെ 5 വൈറ്റ്, അതേപോലെ അടുത്തത് 6 ബ്ലാക്ക്, അതെന്തോ അല്ലെ 10 വൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ എപ്പോഴും എന്താണ് അല്ലെ 13 into 16 ആണ്. ഇവിടെ 13ഉം ഇവിടെ 16ഉം, ഇതേപോലെ ഇവിടെ 13 into 16 ആക്കി. മൈനസ്. ഇനിയാണ് നോക്കേണ്ടത്, ഇവിടെ അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് ആണ്, ഒരു വൈറ്റ് എങ്കിലും വേണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ വൈറ്റ് ഇല്ലാത്ത ആളെ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക. ഇവിടെ വൈറ്റ് ഇല്ലാത്തത് ആരേ ഉള്ളൂ, ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ 8 into 6. ഇനി ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ ആരാ വരിക, 5 into 10 ആണ് വരിക. അപ്പൊ ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഓക്കെ, ഒന്നുകൂടിയും പറയാം. അറ്റ്ലീസ്റ്റ് വൺ വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് നമ്മൾ നേരത്തെ ഇതേപോലെ സ്റ്റെപ്പ് തന്നെയാണ്, ഇവിടെ മാത്രം മാറ്റുള്ളൂ, വൈറ്റ് ഇല്ലാത്ത ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും, ഇവിടെ 208 minus 48 divided by 208. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, 160 by 208. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 by 13 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പറയാൻ പറ്റും എന്താണ്, അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്. എങ്ങനെ എഴുതാം, അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്കിനെ പറ്റി എങ്ങനെ എഴുതാം, നമുക്ക് അറിയുന്ന ഒരു കേസ് അറിയാം അല്ലെ. ആ ബോക്സ് ഇങ്ങനെ പോയി അല്ലെ, എന്തൊക്കെയായിരുന്നു വേഗം പറയും, ബ്ലാക്ക്, 5 വൈറ്റ്, അടുത്തത് 6 ബ്ലാക്ക്, 10 വൈറ്റ് അല്ലെ. അപ്പൊ താഴെ നമ്മൾ ഇതേപോലെ ബൈ ഡിവിഷൻ ഇട്ട് കൊടുത്തു. 13 into 16, ഇവിടെ 13 into 16 മൈനസ്. ഇവിടെ ബ്ലാക്ക് ആകുമ്പോൾ ഇനി ആരോ എന്നത് അല്ലെ, ബ്ലാക്ക് ആകുമ്പോ ഇനി ഇവിടെ വൈറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ബ്ലാക്ക് ആകുമ്പോൾ വൈറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 10 എത്രയായി, 208 ഡിവൈഡഡ് ബൈ അല്ലെ മൈനസ് 50 ഡിവൈഡഡ് ബൈ 208. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 158 ഡിവൈഡഡ് ബൈ 208. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 79 by 104. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? There are 2 boxes. Paper slip written from 1 to 10 are placed in these 2 boxes. If one paper slip is taken from each box, what is the probability of both numbers in the slip being prime number? അപ്പൊ എന്താണ്, ഒരു 2 ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, 2 boxes. അപ്പൊ 2 ബോക്സ് ഉണ്ട്. ഇവിടെ 1 മുതൽ എത്ര വരെ ഉണ്ട്, 10 വരെ സ്ലിപ്പുകളായി ഇട്ടിട്ടുണ്ട്. ഞാൻ അതേപോലെ ഇട്ടു, 1 മുതൽ 10 വരെ സ്ലിപ്പ് ഇട്ടു. ആ ബോക്സ്, the one paper slip are taken from each box. ഓരോന്നിന്നും ഞാൻ എന്ത് ചെയ്തു, 10 സ്ലിപ്പ് അല്ലെ, ഒരു സ്ലിപ്പ് പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ടോട്ടൽ 10 ആണ്, ഇവിടെയും ടോട്ടൽ 10 ആണ്. ഓരോന്നിന്നും ഒരു സ്ലിപ്പ് ഔട്ട്സൈഡ് എടുക്കുന്നുണ്ട്. both are slip are being prime number. രണ്ടിന്റെയും പ്രൈം നമ്പർ ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ചോദിച്ചത്. അപ്പൊ ഇതിന് എത്ര പേരുണ്ടാവും അല്ലെ, നമ്മളെ പ്രൈം നമ്പർ 2 അല്ലെ, 3, 5, 7. ഇവിടെ ആരൊക്കെയാണ് 2, 3, 5, 7. അപ്പൊ എത്ര ഉണ്ട്, 1, 2, 3, 4. ഇവിടെയും 4. അപ്പൊ എത്ര ഉണ്ട് പ്രൈം നമ്പേഴ്സ് ടോട്ടല്, 4 into 4 16. അപ്പൊ 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്, 100 ആണല്ലേ, 10 into 10. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടിയും പറയാം, കയ്യിൽ എന്ത് 2 ബോക്സ് ഉണ്ട്, 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പ് ഇട്ടു ഒരു ബോക്സിൽ, അതേപോലെ 1 മുതൽ 10 വരെ സ്ലിപ്പ് ഇട്ടു. അതിൽ നിന്ന് രണ്ടിന്റെയും ഈച്ച് വൺ ഓരോന്നും സെലക്ട് ചെയ്യാണ്. അതിന്റെ പ്രൈം നമ്പേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ, പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി രണ്ടിന്നും. അപ്പൊ ഒന്നാമത്തേൽ നിന്ന് നമുക്ക് കിട്ടാൻ ടോട്ടൽ പേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, നമുക്ക് ടോട്ടൽ 10 into 10 എത്രയാണ്, 100 ആണ് പേഴ്സ്. ഇനി ബോത്ത് പേഴ്സ് ഓഫ് സ്ലിപ്പ് ആർ പ്രൈം നമ്പേഴ്സ്. എത്രയാണ്, ഒന്നാമത്തെ ബോക്സ് പ്രൈം നമ്പർ 4ഉം രണ്ടാമത്തെ ബോക്സ് പ്രൈം നമ്പർ എത്രയുണ്ട്, 4ഉം. ദാറ്റ് ഈസ് 4 into 4 16. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ 16 by 100. 16 by 100 4 into 4 ഡിവൈഡഡ് ബൈ 25 into 4 ആക്കാം 100നെ. അപ്പൊ 4 by 25 ആണ് ഫൈനൽ ആൻസർ. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
അല്ലെ, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് എന്ന് ഓർത്ത് വെക്കുക. The two slips of paper marked 5 and 10 are put in a box and the 3 slips are marked 1, 3, 5. Put in another box. One slip each box is drawn. ഓരോന്നിനും ഓരോന്നാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. What is the probability that both show odd numbers? What is the probability of getting one odd and one even number? അപ്പൊ ഇവിടെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ്, കുറച്ച് ചിന്തിക്കാനുണ്ട്, വളരെ സിമ്പിളും കൂടിയാണ്, ഒന്ന് ലോജിക്കലി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ബോക്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 5ഉം 10ഉം ടോട്ടൽ 2. രണ്ടാമത്തെ ബോക്സിൽ 1ഉം 3ഉം 5ഉം ടോട്ടൽ 3. അപ്പോ ക്വസ്റ്റ്യൻ ഇത്രയാണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമുക്ക് ബുദ്ധിമുട്ടില്ല അല്ലെ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്ക് കിട്ടും. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്? 2 into 3 that is 6. ഓക്കെ, അപ്പൊ ടോട്ടൽ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 into 3 എത്രയാണ്? 6 കിട്ടി. ഇനി വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഷോ ഓഡ് നമ്പേഴ്സ് അല്ലെ, ഓഡ് നമ്പേഴ്സിനുള്ള കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഇതിൽ എത്ര ഓഡ് നമ്പർ ഉണ്ടാക്കാം? ഇവിടെ ഓഡ് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 ആണ്. ആരാണ്? 5. ഇവിടെ ഈവൻ എത്ര ഉണ്ട്? 1. ഇവിടെ ഓഡ് എത്ര ഉണ്ട്? 1, 2, 3 അല്ലെ, 3 എണ്ണം. ഇവിടെ ഈവൻ എത്ര ഉണ്ട്? 0 ആണ് ഉള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഷോ ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 into 3 divided by 2 into 3 അല്ലെ, അതല്ലേ പ്രോബിലിറ്റി അല്ലെ. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഒന്നാമത്തേല് നമ്മളെ ബോക്സിൽ എന്ത് പറഞ്ഞേ? അല്ലെ 5ഉം 10 ഉള്ളൂ. ഇവിടെ അകത്ത് ആരുണ്ട്? 1, 3, 5. ഇവിടെ ടോട്ടൽ 2, ഇവിടെ ടോട്ടൽ 3. ഇവിടെ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇവിടെ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ പ്രോബിലിറ്റി ആണ്, ടോട്ടൽ ആണ്, പെയേഴ്സ് ആണ് 2 into 3. ഇവിടെ എത്രയാണ്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 into 3 അല്ലെ, 3 3 ക്യാൻസൽ ആയി പോയി, ബാക്കി എത്രയേ ഉള്ളൂ? 1/2 ഉള്ളൂ. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രോബിലിറ്റി ഗെറ്റിംഗ് 1 odd number and 1 even number എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു ഓഡ് നമ്പറും മറ്റൊന്ന് ഒരു ഈവൻ നമ്പറും ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ബോക്സിനകത്ത് ഇങ്ങനെ പോയിട്ട് 1 അല്ലെ, എന്താണ് 5ഉം 10ഉം ആണ് ഉള്ളത്. ഇവിടെ ആരുള്ളത്? 1ഉം 3ഉം 5ഉം. ഇവിടെ 2, ഇവിടെ 3. ഇവിടെ ഓഡ് എന്ന് പറയുമ്പോ എത്രയാണ്? 1. ഈവൻ എന്ന് പറയുമ്പോ 1. ഇവിടെ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഇവിടെ ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഈക്വൽ ടു. അപ്പൊ 1 odd and 1 even എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യം ടോട്ടൽ പെയേഴ്സ് എഴുതണം, 2 into 3. ഈ 2 into 3 അതേപോലെ എഴുതി, മൈനസ് 1 പെയേഴ്സ് എന്ന് പറയുമ്പോ എന്ത് പറയണം? 1 into 3 പ്ലസ് എന്ത് പറയണം? അല്ല, 1 into 0 അല്ലെ. ടോട്ടൽ പെയേഴ്സ് ആണ് 2 into 3 താഴെ എഴുതി, 2 into 3 മറ്റേ 2 into 3 മുകളിൽ എഴുതി. പിന്നെ എന്ത് ചെയ്തു? ഓടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ മറ്റേത് ബ്ലാക്കുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു, പിന്നെ ആരുമായിട്ട് അഡീഷൻ ചെയ്തിരുന്നത് അല്ലെ, വൈറ്റുമായിട്ട്. അതായത് ഓടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 1 into 3 പ്ലസ് പിന്നെ ഈവനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 1 into 0 അല്ലെ. 1 into 0 0 ആണ്. അപ്പൊ 6 മൈനസ് എന്താ ഇവിടെ ബ്രാക്കറ്റില് 3 plus 0 divided by 6 equal to 6 minus 3 divided by 6 എന്ന് പറഞ്ഞാൽ എത്രയായി? 3/6 equal to 1/2 ആണ് വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 78. ഇനി 78ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇൻ എ ക്ലാസ് 10A there are 30 boys and 20 girls. In B, in a class 10A there are 30 boys and 20 girls. In 10B there are 15 boys and 25 girls. One student is selected from each class. What is the probability of both being girls? What is the probability of both being boys? What is the probability of one boy and one girl? What is the probability of at least one boy? ഇതൊക്കെ നമ്മൾ ഒരിക്കൽ തൊട്ട് മുമ്പ് ചെയ്ത പാറ്റേൺ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ടോട്ടൽ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 14 into 50 equal to 2000. ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. എത്ര? 30 ബോയ്സ് ഉണ്ട്, എത്രയുണ്ട്? 20 ഗേൾസ് ഉണ്ട്. ടോട്ടൽ എത്രയാണ് ഇവിടെ വരിക? 50 സ്റ്റുഡൻസ്. ഇനി ഇത് 10A ക്ലാസ്. ഇനി 10B ക്ലാസ്സിൽ എത്ര അറിയണേ? 25 ബോയ്സും 15 ബോയ്സും 25 ഗേൾസും ആണ്. ടോട്ടൽ എത്രയായി? നമുക്ക് ടോട്ടൽ വരുന്നത് 40 ആണ്. അപ്പൊ 14 into 50 that is 2000
ആയി മാറി. അപ്പൊ ടോട്ടൽ പേഴ്സ് കിട്ടി, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തെന്താണ്, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് അല്ലെ, ബോത്ത് ഗേൾസ് ആണ്. അപ്പൊ ഇവിടെ നമ്മള് 30 ബോയ്സ് അതേപോലെ 20 ഗേൾസ് 10 എയില്, ഇനി 10 ബിയില് 15 ബോയ്സ് 25 എന്താണ് ഗേൾസ് ആണ്. അപ്പൊ ബോത്ത് എന്ന് പറയുമ്പോ രണ്ടും കൂടി, അപ്പൊ നമ്മൾ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താവും 14 into 50 ആണ് അല്ലെ പേയേഴ്സ്. ഇവിടെ 50, ഇവിടെ 40. ഇനി ബോത്ത് ഗേൾസ് മാത്രം തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 20 into 25 അല്ലെ, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് കിട്ടും, ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 20 into 25 എന്ന് പറയുമ്പോ 500 divided by അല്ലെ, 500 divided by എന്തായി അല്ലെ 2000 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അല്ലെ, ഈ രണ്ട് സീറോവും ക്യാൻസൽ ആയി. അപ്പൊ 5/20 ആയി. 5/20 എന്ന് പറയുമ്പോ എത്രയായി, 1/4 ആയി മാറി. ഇനി അടുത്തത് എന്താണ്, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ബീൻ ബോത്ത് ബോയ്സ്. ഇവിടെ ബോയ്സ് എത്രയാണ്, 30 ബോയ്സും ഇപ്പുറത്തെ എത്ര ബോയ്സ് 15 ബോയ്സും അല്ലെ, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത അപ്പൊ ടോട്ടൽ നമുക്ക് അറിയാം എത്രയാണ് അല്ലെ, 40 into 50, ഇവിടെ എന്താവും 30 into 15 അല്ലെ, 13 into 15 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര കിട്ടും അല്ലെ, 450 divided by 200 അല്ലെ, 00 ക്യാൻസൽ ആയി, ബാക്കി 45 divided by 200 അല്ലെ, എത്രയായി 45 divided by 200 ഡിവിഷൻ നടത്തുമ്പോ എത്ര കിട്ടി അല്ലെ, 9 അല്ലെ, 45നെ 9 into 5 ആക്കാം, 200നെ 40 into 5 ആക്കാം, ഈക്വൽ ടു എത്രയായി 9/40 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഇപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ വലിയ സ്റ്റെപ്പ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ 30 ബോയ് അതേപോലെ 20 ഗേള്, ഇവിടെ 50 ബോയ് അതേപോലെ 25 ഗേള്. അപ്പൊ ടോട്ടൽ അല്ലെ അറ്റ്ലീസ്റ്റ് 1, അപ്പൊ ടോട്ടൽ നമുക്കറിയാം ഇങ്ങനെ വരച്ചു, 14 into 50 എഴുതി, ഇവിടെ 14 into 50, അറ്റ്ലീസ്റ്റ് 1 അല്ല പറഞ്ഞിട്ടുള്ളത് 1 ബോയ് 1 ഗേൾ. അപ്പൊ ബോയ്സുകൾ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഗേൾസുകൾ തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഈക്വൽ ടു 200 മൈനസ് ഇവിടെ എന്തായി 500 പ്ലസ് 450 ഡിവൈഡഡ് ബൈ എന്താണ് 200 ഈക്വൽ ടു, ഇവിടെ പലതും നമ്മൾ ഒരിക്കൽ ചെയ്തു പോയ സ്റ്റെപ്പ് തന്നെ കയറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് തന്നെ എടുത്തത്. ഇനി 200 മൈനസ് 950 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു എന്തായി 1050 ഡിവൈഡഡ് ബൈ 200. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി, 21 divided by 40 വരും. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് അല്ലെ, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ എങ്ങനെ തന്നിട്ടുള്ളത് അല്ലെ, 30 ബോയും അതേപോലെ 20 ഗേളും, അടുത്തത് 15 ബോയും 25 അല്ലെ ഗേൾസും. അപ്പൊ ആദ്യം ഡിനോമിനേറ്റർ സെയിം ആണ്, എന്ത് ചെയ്യാ 0 into 50 കൊടുത്തു. ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലെ 4 into 50 മൈനസ്, അപ്പൊ ബോയ് എന്ന് പറഞ്ഞ ശരിക്കും ഗേൾസിനെ തമ്മിൽ എന്ത് ചെയ്താൽ മതി അല്ലെ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഗേൾസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 into 25 ഈക്വൽ ടു എന്തായി 2000 മൈനസ് എത്രയാണ് 500 ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 200. സിംപ്ലിഫൈ ചെയ്താൽ 15/20 ഈക്വൽ ടു 3/4 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ നമ്മളെ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ ഈസ് ആസ്ക്ഡ് ടു സേ 2-digit നമ്പർ. അപ്പൊ ഒരാളോട് 2-digit നമ്പർ ആസ്ക് ചെയ്യാൻ പറഞ്ഞു, പറയാൻ പറഞ്ഞു. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം, അല്ലെ ഒരേ ഡിജിറ്റ് വരാനുള്ള പ്രോബിലിറ്റി എന്ന്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് പോയതാണ്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ലാർജർ, അല്ലെ ഫസ്റ്റ് ഡിജിറ്റ് വലുതാകാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീങ് സ്മോളർ, ഫസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യണം സ്മോളർ ആകാനുള്ള പ്രോബിലിറ്റി. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം, 2-digit നമ്പേഴ്സിന്റെ സെയിം ആരൊക്കെയാണ്, നമുക്ക് 11 ആകാം, 22 ആകാം, 33 ആകാം, 44 ആകാം, അല്ലെ 55, 66, 77 അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെയാണ് ആര് വരുന്നത്. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കി, എത്ര ഉണ്ട് നമ്മള് അല്ലെ
വരിക 9 ടൈംസ് അല്ലെ 1 2 3 4 5 6 7 8 9 എത്ര 90 ഒരിക്കൽ നമ്മൾ കണ്ടെത്തിയതാണ് 9 അല്ലെ n into xn minus x1 divided by common difference plus 1 ഇവിടെ xn എന്ന് പറഞ്ഞാൽ നമുക്ക് 2 digit ലാസ്റ്റ് നമ്പർ 99 ആണ് ഫസ്റ്റ് നമ്പർ 10 ആണ് ഡിവൈഡഡ് ബൈ d എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു അല്ലെ 89 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 90 ആണ് അങ്ങനെ 90 കിട്ടും ഈക്വൽ ടു 1/10 ശരിയായല്ലോ ഇനി നമ്മൾ അടുത്ത പറഞ്ഞതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആകുന്ന നമ്പേഴ്സ് ഒന്ന് 10 ആകാം 20 ആകാം 21 23 അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും അത് 45 ടേംസുകൾ ഉണ്ടാവും അഥവാ 45 ആൾക്കാരുണ്ടാവും ബൈ 90 ദാറ്റ് ഈസ് 1/2 അത് നിങ്ങൾ എഴുതി നോക്കുക 10 20 21 അങ്ങനെ എഴുതി പോവാം ഫസ്റ്റ് ഡിജിറ്റ്സ് എന്തായിരിക്കണം ലാർജർ ആയിരിക്കണം 32 34 35 പറ്റുമോ 35 ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്താവില്ല ലാർജ് ആവില്ല ഓർത്ത് വെക്കുക 10 20 പിന്നെ 21 22 പറ്റില്ല 23 പറ്റില്ല പിന്നെ 30 പറ്റുമോ നോക്കുക 30 ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ ലാർജ് ആണ് പിന്നെ 31 പറ്റും 32 പറ്റും 33 പറ്റില്ല 34 പറ്റില്ല പിന്നെ 40 പറ്റുള്ളൂ 41 ഓക്കെ 42 പിന്നെ 43 40 പിന്നെ 14 ഒന്നും പറ്റില്ല പിന്നെ 50 പറ്റൂ ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം ലാർജ് ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ ഇനി ഇതേപോലെ എന്ത് ചെയ്യാണ് അടുത്തത് ഡിജിറ്റ് സ്മാൾ അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് നമ്പർ എന്താണ് സ്മാൾ എന്ന് പറഞ്ഞാൽ 12 13 14 ഇതേപോലെ നേരത്തെ വലിയ നമ്പർ ലാർജ് ആയിരുന്നത് സ്മാൾ ആയിരുന്നുള്ളൂ അത് എത്ര വെച്ചാൽ 36 ആണ് എന്ന് എഴുതി നോക്കണേ 36 ഡിവൈഡഡ് ബൈ 90 ആണ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് ആര് വരുന്നത് അല്ലെ 1 സിംപ്ലിഫൈ 2/5 ആയിട്ട് വരും ക്ലിയർ ആയല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ each 2-digit number is written in a one paper slip this all put on a box what is the probability that the product of digit or number is drawn in the prime number what is 3-digit number is used instead എന്താണ് ഇവിടെ എത്ര 2-digit numbers ഉണ്ട് അവർക്ക് നമ്മൾ കണ്ടെത്തിയതാണ് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എത്രയാണ് 2-digit numbers ഉള്ളത് 90 ആണ് നമ്മുടെ 2-digit numbers ആകപ്പാടുള്ളത് ഇവിടെ എന്താണ് product of the digits of a number drawn a prime number ഏതൊക്കെ നമ്പറുകൾ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ പ്രൈം നമ്പേഴ്സ് വരുന്നു നോക്കുക നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുകൾ 2-digit നമ്പേഴ്സ് 1 2 അല്ലെ 1 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 വരുന്നുണ്ട് 1 ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരുന്നുണ്ട് 1 ഉം 5 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട് പ്രൈം നമ്പർ വരുന്നുണ്ട് 1 ഉം 7 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ വരുന്നുണ്ട് 2 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ വരുന്നുണ്ട് 3 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ 3 വരുന്നുണ്ട് 5 ഉം 1 ഉം 7 1 ഉം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൈം നമ്പേഴ്സ് അപ്പൊ ഇത് ആരൊക്കെയാണ് വരുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് 12 13 17 21 27 ആണ് പ്രൈം നമ്പേഴ്സ് വരുന്നത് അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട് 8 പേരാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് ഇനി എന്ത് ചെയ്ത് പറയണേ അതിന്റെ പ്രോബിലിറ്റി 8/90 8/90 എന്ന് പറഞ്ഞാൽ 4/50 ആണ് സോറി 4/45 ആണ് വരുന്നത് അല്ലെ 2 കൊണ്ട് ഡിവിഷൻ നടത്തിയിട്ട അപ്പൊ 2-digit നമ്പേഴ്സിന്റെ കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് 3-digit നമ്പേഴ്സിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ 3-digit നമ്പേഴ്സ് എങ്ങനെയൊക്കെ വരിക അപ്പൊ ടോട്ടൽ നമ്മൾ n ഈക്വൽ ടു എന്ന് ഉപയോഗിക്കണം n ഈക്വൽ ടു xn മൈനസ് x1 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 xn എന്ന് പറയുമ്പോൾ അല്ലെ അപ്പൊ ഇക്വേഷൻ ഉപയോഗിക്കുക അപ്പൊ n എത്ര കിട്ടും നമുക്ക് അല്ലെ n ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്നാണ് നിങ്ങൾ ചെയ്ത് നോക്കണേ 900 ആണ് വരുന്നത് ഇപ്പൊ നമ്പേഴ്സ് ആരൊക്കെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 112 113 115 117 121 131 151 171 തൊട്ട് മുമ്പ് ഒരു 1 ചേർക്കുന്ന രീതിയാണ് അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് 8 ഉണ്ട് അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 8/900 ഈക്വൽ ടു 2/2 5 ആണ് ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നുമില്ല ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് ഇവിടത്തെ പ്രൈം നമ്പേഴ്സ് തന്നെയാണ് വരുന്നത് ഇവിടെ 1 ഒരു 1 അപ്പുറം ലെഫ്റ്റ് സൈഡിൽ ഇട്ടു എന്നുള്ളൂ ബാക്കിയൊന്നും എന്തില്ല വരുന്നില്ല ടോട്ടൽ നമ്പർ കാണാൻ ഇക്വേഷൻ അറിയാം നമുക്ക് എത്ര വരും xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 900 ആണ് കിട്ടുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ the dice and face the numbers are 1 to 6 rolled by together what are the possible sum which this sum has maximum possibility അപ്പൊ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞിരുന്നു അല്ലെ ഫിംഗേഴ്സ് ക്വസ്റ്റ്യൻ പോലെ അതേപോലെ തന്നെ ചെയ്താൽ മതി ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുക 1 1 എന്ന് എഴുതി ഇവിടെ എന്താവും 1 6 വരെ
അപ്പൊ ഡൈസ് ആകുമ്പോ 6 ഫേസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വിരലാകുമ്പോഴാണ് 5 ഉണ്ടായിരുന്നത്. അതേപോലെ എന്ത് ചെയ്യാം, ഇവിടെ 2-1 മുതൽ എന്ത് ചെയ്യും അല്ലെ 2-5 വരെ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും ഇവിടെ അല്ലെ 6-1 മുതൽ എത്ര വരും 6-6 ടോട്ടൽ എത്രയാ 36 കിട്ടുക. ഇനി ഇതിന്റെ സം എന്ന് പറഞ്ഞു, ഒന്നാമത്തെ സം 2 ആണ്. ഇവിടെ സം ഞാൻ ഇങ്ങനെ എഴുതാൻ, സം എന്ന് പറഞ്ഞാൽ 2 3 4 5 6 7 സം ചെയ്യുമ്പോ അടുത്തത് 3 4 5 6 7 8 അടുത്ത സം 4 5 6 7 8 9 അടുത്ത 5 6 7 8 9 10 അടുത്തത് 6 7 8 9 10 11 6 1 ന്റെ സം എന്ന് പറയുമ്പോൾ 7 അടുത്ത 8 9 10 11 12 ഒന്ന് കിട്ടി അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ടോട്ടൽ എന്താണ് വാട്ട് ഇസ് ദ സം പോസിബിൾ മാക്സിമം പോസിബിൾ സം എത്ര മാക്സിമം കിട്ടുന്ന 7 അല്ലെ 7നേക്കാൾ 6 അല്ലെ മാക്സിമം 7നേക്കാൾ കിട്ടുന്ന എത്രയേ ഉള്ളൂ 6നേക്കാൾ 7നേക്കാൾ എത്രയാണ് കിട്ടുന്നത് 6 ടൈംസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോ 6 ടോട്ടൽ എത്ര സാമ്പിൾസ് 36 ഈക്വൽ ടു 1/6 ഇവിടെ 1. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി.